എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് മുസ്ലിം മതവിശ്വാസികളായ ആളുകൾക്ക് മതത്തെക്കുറിച്ച് പഠിക്കുന്നതിനും അറിവ് നേടുന്നതിനും വേണ്ടിയുള്ള ഒരു ചാനൽ മാത്രമാണ്. പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് സഹകരിക്കാനുള്ള അഭ്യർത്ഥനയോടെ വീഡിയോയിലേക്ക് പോകാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലെ പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇമ്രാൻ 33-ാമത്തെ ആയത്ത് മുതൽ കൂടുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവും ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الله اصطفى آدم ونوحا وآل إبراهيم وآل إمران على العالمين. إن الله നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തഫ ആദം അലൈഹിസ്സലാമിനെ തെരഞ്ഞെടുത്തു. വ നൂഹ് അലൈഹിസ്സലാമിനെയും വ ആല ഇബ്രാഹിം കുടുംബത്തെയും വ ആല ഇമ്രാൻ കുടുംബത്തെയും അലൽ ആലമീൻ ലോകരുടെ മേൽ. തീർച്ചയായും ആദം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബം, ഇമ്രാൻ്റെ കുടുംബം എന്നിവരുടെ ലോക ജനതയിൽ വെച്ച് ഉത്കൃഷ്ടരായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. ദുർരിയത്തൻ ബഅ്ദുഹാ മിൻ ബഅ്ദ് വല്ലാഹു സമീഉൻ അലീം. ദുർരിയത്തൻ ബഅ്ദുഹാ ഇവരിൽ ചിലരുടെ സന്തതികളാണ്. മിൻ ബഅ്ദിൻ മറ്റ് ചിലരുടെ. ഇവരിൽ ചിലരുടെ സന്തതികളാകുന്നു. വല്ലാഹു സമീഉൻ അലീം. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഇവരിൽ ചിലരുടെ സന്തതികളാകുന്നു. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്നതാണ് ദുർരിയത്തൻ ബഅ്ദുഹാ മിൻ ബഅ്ദ് വല്ലാഹു സമീഉൻ അലീം എന്ന ആയത്തിൻ്റെ അർത്ഥം. ഇത് കാലത്ത് ഇമ്രാത്തു ഇമ്രാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. ഇത് കാലത്ത് ഇമ്രാത്തു ഇമ്രാന, ഇമ്രാന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം. എന്താ പറഞ്ഞത്? റബ്ബി ഇന്നി നദർതു ലക, എൻ്റെ രക്ഷിതാവേ തീർച്ചയായും ഞാൻ നദർതു ലക നിനക്ക് വേണ്ടി നേർച്ചയാക്കിയിരിക്കുന്നു. മാഫി ബത്നി എൻ്റെ വയറ്റിലുള്ളതിനെ, മുഹററൻ ഒഴിഞ്ഞു വെക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു. ഫതഖബ്ബൽ മിന്നി അതുകൊണ്ട് എന്നിൽ നിന്ന് നീ അത് സ്വീകരിക്കണം. ഇന്നക അൻതസ് സമീഉൽ അലീം നിശ്ചയമായും നീ ഏറ്റവും കൂടുതൽ കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ. എൻ്റെ നാഥ, എൻ്റെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ ഞാനിതാ നിനക്കായി ഒഴിഞ്ഞു വെക്കുവാൻ നേർച്ചയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ മക്കളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. തീർച്ചയായും നീ മാത്രമാണ് കേൾക്കുന്നവനും അറിയുന്നവനും എന്ന് ഇമ്രാന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം.
فلما وضعتها قالت رب إني وضعتها أنثى والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم فلما وضعتها അങ്ങനെ അവര് കുട്ടിയെ പ്രസവിച്ചപ്പോൾ കാലത്ത് അവര് പറഞ്ഞു, റബ്ബി എൻ്റെ രക്ഷിതാവേ, ഇന്നി വദഅതുഹാ ഉൻസ, നിശ്ചയം ഞാൻ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയെയാണ്. വല്ലാഹു അഅലമു ബിമാ വദഅത്, അല്ലാഹു അവര് പ്രസവിച്ചത് എന്താണെന്ന് നല്ലതുപോലെ അറിയുന്നവനാകുന്നു. വലൈസ ദക്കറു കൽ ഉൻസ, പുരുഷൻ സ്ത്രീയെ പോലെയല്ല. വഇന്നി സമ്മൈതുഹാ മറിയം, ഞാൻ അവൾക്ക് മറിയം എന്ന് പേര് വെക്കുന്നു. വഇന്നി, നിശ്ചയമായി ഞാൻ ഉഈദുഹാ ബിക, അവൾക്ക് വേണ്ടി കാവൽ ചോദിക്കുന്നു. വദുരിയതഹ, അവൾക്കുള്ള മക്കൾക്ക് വേണ്ടി മിനശ്ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്. അങ്ങനെ ഒരു കുട്ടിയെ പ്രസവിച്ചപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ നാഥ, ഞാൻ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയെയാണ്. അവർ പ്രസവിച്ചത് എന്താണെന്ന് അള്ളാഹു നല്ലതുപോലെ അറിയുന്നവനാകുന്നു. ആൺകുട്ടി പെൺകുട്ടിയെ പോലെയല്ലല്ലോ. ഞാൻ കുട്ടിക്ക് മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. അല്ലാഹ് ഈ കുട്ടിയെയും കുട്ടിയുടെ സന്താനങ്ങളെയും ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് രക്ഷിക്കുവാൻ ഞാൻ നിന്നിൽ അഭയം പ്രാപിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇമ്രാന്റെ ഭാര്യ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. ആ കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ പരിശുദ്ധ ഖുർആൻ നമ്മെ വിശദീകരിച്ച് പറഞ്ഞു തരുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം മറ്റൊരു വീഡിയോയിൽ പറയാം. അള്ളാഹു പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ റമദാനിൽ അവതരിച്ച ഗ്രന്ഥമാണ് എന്നത് കൊണ്ട് തന്നെയാണ് റമദാനിന് ഏറ്റവും പ്രത്യേകത ഉണ്ടായത്. റമദാൻ മാസത്തിൽ പരിശുദ്ധ ഖുർആൻ ഖത്ം തീർക്കാനും അതിൻ്റെ പ്രചരണത്തിനും നാം എല്ലാവരും സർവാത്മന സജ്ജരാകണം. അതിൻ്റെ ഭാഗമായി വീഡിയോ ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.